റന ഫാത്തിമയുടെയും ആര്യൻ്റെയും വിഷയം ഇന്നലെ ഒരു തവണ ചർച്ച ചെയ്തെങ്കിലും പിന്നീടും അത് രാത്രിയിൽ ഉടലെടുത്തു. ആര്യൻ ആ വിഷയം വിട്ടതായിരുന്നു. അവൻ ജിസേലിനോട് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ എൻ്റെ കുഞ്ഞനിയത്തിയാണ്, വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും, അതുകൊണ്ട് മെച്യൂർഡായി തന്നെ ബിഹേവ് ചെയ്യുക, ഇതൊന്നും എൻ്റെ ഗെയിമിനെയോ എന്നെയോ ബാധിക്കുന്ന ഒന്നല്ല, അതുകൊണ്ട് ഇഗ്നോർ ചെയ്യുക. ഞാൻ ചെയ്ത പ്രവൃത്തി അവൾക്ക് ഒരു കളിയായി കാണാൻ കഴിഞ്ഞില്ല, അതാണ് അവളുടെ പ്രശ്നം. സാരമില്ല, നമുക്ക് ഈ വിഷയം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാം. ഇനി ആ ടോപ്പിക് എടുത്ത് ഇവിടെ സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഇതിനിടയിലായിരുന്നു ബിന്നി നോമിനേഷനിലും ഈ കാര്യം എടുത്തിട്ടത്. പിന്നീട് വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമായി മാറി. ആര്യനും റനയും പരസ്പരം സോറി പറഞ്ഞ് കൈകൊടുത്ത് പിരിഞ്ഞവരായിരുന്നു. പിന്നീട് വീണ്ടും ഇത് ഉടലെടുത്തപ്പോൾ ആര്യന് അത് വല്ലാതെ ട്രിഗറായി. ബിന്നി എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ആര്യൻ പലതവണ ചോദിച്ചു. നീ നിന്റെ കുത്തിത്തിരിപ്പ് ഇതിനിടയിൽ കൊണ്ടുവരണ്ട എന്ന് ആര്യൻ പലതവണ പറഞ്ഞു. റനയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്തിനാണെന്ന് ചോദിച്ച് ബിന്നിയുമായി ആര്യൻ കുറെ നേരം ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ബിന്നിക്ക് സപ്പോർട്ടായി റനയും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആര്യന്റെ കയ്യിൽ നിന്ന് പോയി. ആര്യൻ പറഞ്ഞു, നീ ശരിക്കും മസ്താനിയുടെ സെക്കൻഡ് വേർഷൻ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ റന ഫാത്തിമ പറഞ്ഞു, നീ പൈസയുടെ കുന്തളിപ്പ് കാണിക്കല്ലേ ആര്യ. പിന്നീട് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുകയായിരുന്നു. ആര്യൻ പറഞ്ഞു, നിനക്ക് ഇത്രയും അൺകംഫർട്ടബിൾ ഉള്ള ആളാണെങ്കിൽ നീ എന്തിനാണ് പിന്നെ എൻ്റെ കൂടെ വന്ന് കിടക്കുന്നതെന്ന്. ഇത് കേട്ടതും റനയുടെ കയ്യിൽ നിന്ന് പോയി. നീ എന്തൊക്കെയാണ് ആര്യ ഈ പറയുന്നത്? ഞാൻ നിന്റെ കൂടെ വന്ന് കിടന്നെന്നോ? ഞാൻ ജിസേലിന്റെ അടുത്താണ് വന്ന് കിടക്കുന്നത്, അല്ലാതെ നിന്റെ കൂടെ അല്ല കിടക്കുന്നത് എന്നെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നാൽ ഈ സംഭവം നടക്കുന്ന അന്ന് ജിസേൽ ബെഡിൽ ഉണ്ടായിരുന്നില്ല. ആര്യൻ കിടക്കാൻ പോകുന്നത് കണ്ടപ്പോൾ റന ഫാത്തിമ ഓടിച്ചാടി കിടക്കുകയായിരുന്നു. ഇത് ആര്യൻ റനയോട് ചോദിച്ചപ്പോൾ റനയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് റന അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതെല്ലാം പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും? ഞാൻ നിന്റെ കൂടെ കിടന്നെന്നോ? ഇങ്ങനെയൊന്നും പറയല്ലേ ആര്യ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു റന. എൻ്റെ ഫാമിലിയെല്ലാം ഇത് കാണുന്നതാണ് എന്ന് റന എടുത്തു പറഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഫാമിലി ഒന്നുമില്ലേ? എൻ്റെ ഫാമിലിയും ഇത് കാണുന്നില്ലേ? നീ എനിക്ക് മേൽ ഉന്നയിച്ച അലിഗേഷൻ അവരും കാണുന്നതല്ലേ? എനിക്കുള്ളതൊന്നും ഫീലിങ്സ് അല്ലേ? നിങ്ങൾക്കുള്ളത് മാത്രമാണോ ഫീലിങ്സ് എന്ന് ആര്യൻ തിരിച്ചു ചോദിച്ചു. സത്യം പറയാമല്ലോ, നിനക്ക് ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് ഈ വീക്ക് എങ്ങനെയെങ്കിലും ഓടിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇതിൽ നാറാൻ പോകുന്നത് നീ തന്നെയായിരിക്കും. നീ എന്തിനാണ് എൻ്റെ കട്ടിലിൽ വന്ന് കിടന്നത്? ഞാൻ നിന്റെ കട്ടിലിലേക്കാണോ വന്നത്? നീയാണ് എൻ്റെ അടുത്ത് വന്ന് കിടന്നത്. എന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് ടച്ച് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തെല്ലാമാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ഈ അൺകംഫർട്ടബിൾ എന്ന വാക്കിന് ഒരുപാട് മീനിങ് ഉണ്ട്. ഇതെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ എന്നെക്കാളും നിനക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം നീ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നിനക്ക് എന്തെങ്കിലും സംസാരിക്കുവാനുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വെച്ച് പറയാം. ഇതിനിടയിൽ കളിച്ചത് ആരാണെന്നെല്ലാം എനിക്കറിയാം. ആ ഫുട്ടേജ് ബിഗ് ബോസ് പുറത്തു വിടണം, എങ്കിലേ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഇഷ്യൂവിന് ശേഷം 3 മണിക്കൂറോളം ഇവർ മൈക്കില്ലാതെ സംസാരിച്ചതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ് റനയെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ സാറ്റർഡേ എപ്പിസോഡിൽ എല്ലാവർക്കും കാണിക്കണം. കൂടുതൽ BB അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.